Hi, I'm Vaishak and I'm a Chartered Accountant. I currently work in PwC. 12th പഠിക്കുമ്പോഴാണ് CA എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടെന്നും അതിൻ്റെ വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളമാണെന്നും മനസ്സിലാക്കുന്നത്. സോ ലുക്കിംഗ് ബാക്ക് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നൗ വാട്ട് ഐ ഫീൽ ഈസ് ദാറ്റ് എൻ്റെ CA ജേണിയിൽ എനിക്കൊരു ബേസ് ഉണ്ടാക്കി തന്നത് ലക്ഷ്യമാണ്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ജേണി എടുത്ത് നോക്കുകയാണെങ്കിൽ റൈറ്റ് ഫ്രം ദി മൊമെൻറ്റ് ഐ കെയിം ഹിയർ ടു ടേക്ക് അഡ്മിഷൻ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് ആസ് എ മെൻറ്റർ എനിക്ക് അപ്കമിങ് പ്രൊഫഷണൽസിന് കൊടുക്കാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ടായിട്ടുണ്ട്. As a student, what we think is that once we become a chartered accountant, നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ലേണിംഗ് അവിടെ കഴിഞ്ഞു എന്നാണ്. ബട്ട് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഫ്രം മൈ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഈസ് ദാറ്റ് നമ്മളെ തന്നെ എപ്പോഴും അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്കൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ് ഫ്രം ദ മൂമെന്റ് യു ജോയിൻ ഹിയർ, നമ്മുടെ ക്ലാസ്സസ് ആണെങ്കിലും ഇതിനിവിടെ വരുന്ന ഫാക്കൽറ്റി പൂളിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് വീക്ക്ലി എക്സാംസ് ഉണ്ടാവും, മന്ത്ലി എക്സാംസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്യുമ്പോൾ ദി എമൗണ്ട് ഓഫ് കോൺഫിഡൻസ് ദാറ്റ് വി ഹാവ് വെൻ യു ഗോ ഫോർ ദി എക്സാം, ദാറ്റ് ഈസ് സംതിങ് വിച്ച് യു ഹാവ് ടു എക്സ്പീരിയൻസ് ബൈ കമ്മിങ് ഹിയർ. സ്റ്റുഡൻറ്റിൽ നിന്ന് ഒരു മെൻറ്ററിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എനിക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഇവിടുത്തെ ഫാക്കൽറ്റി പൂളിൽ നിന്ന് കിട്ടിയ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദി ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഓർ ദി കണ്ടിന്യൂഡ് സപ്പോർട്ട് ദാറ്റ് ഐ ഗോട്ട് ഫ്രം ഹിയർ. എനിക്ക് ഒരു കോർപ്പറേറ്റ് വേൾഡിൽ സർവൈവ് ചെയ്യാനുള്ള പല സ്കിൽസും എനിക്ക് ലക്ഷ്യയിൽ നിന്ന് അക്വയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു 12th പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ കോഴ്സ്, കൊമേഴ്സിലെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പെർസ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഐ വുഡ് സേ ദിസ് ഈസ് ദി പ്ലേസ്.